ഒന്ന് ദുബായ് വരെ പോയിട്ട് വന്നാലോ? ഇതെനിക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. ദുബായിലേക്ക് പോകത്തേ ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാനാണ് സ്വിച്ച് ഇട്ട പോലെ അതേ കയറി പോകുന്നത്. 1 മന്ത് വിസിറ്റിംഗ് എടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. എന്നെ കൊണ്ടാക്കാനായിട്ട് എൻ്റെ ഫാമിലി ഫുള്ള് വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞാൻ 2 ആഴ്ച കഴിഞ്ഞ് വരാൻ വേണ്ടി പോയതാണ്. പക്ഷേ ഇവരുടെ യാത്രയപ്പ് കണ്ടതും ഞാൻ അവിടെ എന്തോ പണിക്ക് പോയിരിക്കുകയായിരുന്നു. ഒരിക്കലും അല്ല, എന്നെക്കൊണ്ട് പണിയെടുത്ത് തിന്നാൻ പറ്റത്തില്ല, ഞാൻ പണിയെടുക്കത്തുമില്ല. എന്തായാലും ഞങ്ങൾ പോയത് ഇൻഡിഗോയ്ക്കായിരുന്നു. എയർപോർട്ടിൽ നേരത്തെ എത്തി, കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു, റീൽസൊക്കെ എടുത്തു. അപ്പോഴത്തേനും ഞങ്ങൾക്ക് കയറേണ്ട ടൈമായി. ഞങ്ങൾ കയറി. ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരാൾക്ക് വിൻഡോ സീറ്റ് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ അടിപൊളി കാഴ്ചകളൊക്കെ ആയിരുന്നു വിൻഡോ സീറ്റിൽ ഇരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങുകയൊക്കെ ചെയ്തു. ഫുഡ് വന്നു, ഫുഡ് കഴിച്ചു. ചിക്കൻ ബിരിയാണി ആയിരുന്നു, സോറി വെജ് ബിരിയാണി ആയിരുന്നു. വെജ് ബിരിയാണിയും ചിക്കൻ സാൻഡ്വിച്ചും ആയിരുന്നു. ഇനി ആരെങ്കിലും ഫ്ലൈറ്റിൽ കയറുന്നുണ്ടെങ്കിൽ വെജ് ബിരിയാണി വാങ്ങിക്കരുത്, കൊള്ളത്തില്ല. ആ സാൻഡ്വിച്ച് വാങ്ങിച്ചോളൂ, അടിപൊളിയാണ്. അതുപോലെ തന്നെ ഒരു ഉറക്കമൊക്കെ എണീറ്റ് കഴിയുമ്പോൾ ഞങ്ങളത് ദുബായ് എത്തിക്കഴിഞ്ഞു. പിന്നെ അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി പുറത്ത് വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് 2 പേർക്കും ഗ്ലോബൽ വില്ലേജിലേക്കുള്ള ഫ്രീ എൻട്രിയുടെ സ്റ്റാമ്പ് അടിച്ചു കിട്ടി. പിന്നെ ഞങ്ങളുടെ പെട്ടി വരുന്നത് നോക്കി നിൽപ്പായിരുന്നു. ദാ വരുന്നു എൻ്റെ പെട്ടിയും കിട്ടി. അവിടെ നിന്ന് ഞങ്ങൾക്ക് ഒരു ഹാഫ് ആൻ അവറിൻ്റെ ടൈം ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പാർക്കിങ്ങിലെത്തി. വളരെ വിജൃംഭിച്ച പാർക്കിംഗ് ആയിരുന്നു.